ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്കറിയാവുന്നതാണ് 2024 നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം എഴുതാനുള്ള സമയം 2.5 മണിക്കൂറാണ്, 80 മാർക്കാണ്. ഒന്നാമത്തേത് ക്വസ്റ്റ്യൻസ് 1 to 5 ക്യാരി 1 മാർക്ക് ഈച്ച്. ഓരോ 5 ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ്. ആദ്യത്തെ 5 ക്വസ്റ്റ്യന് ഓരോ മാർക്ക് വീതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ, among the following which is known as the roof of the world. roof of the world എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ആൽപ്സ് മൗണ്ടെയിൻ റേഞ്ച്, പാമീർ നോട്ട്, റോക്കി മൗണ്ടെയിൻ റേഞ്ചസ്, ദ ഹിമാലയാസ്. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? പാമീർ നോട്ടാണ്. ഓക്കെ, അപ്പോൾ പാമീർ നോട്ട് എന്നുള്ളതാണ് റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is not the feature of ആന്തേനിയൻ ഡെമോക്രസി. ആന്തേനിയൻ ഡെമോക്രസിയുമായി ബന്ധപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചുവടെ നമുക്ക് തന്നിട്ടുണ്ട്. അതിലെ ഏതൻസിലെ ജനാധിപത്യ സവിശേഷതയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, വുമൻസ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് സിറ്റിസൺസ്. എന്താണ്? സ്ത്രീകളെ ഒരു സിറ്റിസൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. രണ്ടാമത്തത്, സ്ലേവ്സ് ആർ കൺസിഡേർഡ് ആസ് സിറ്റിസൺസ്. എന്താണ്? അടിമകൾ, സ്ലേവ്സിനെ അവിടുത്തെ സിറ്റിസൺ ആയിട്ട് കണക്കാക്കിയിരുന്നു. ദേ മെറ്റ് 4 times a year. എന്താണ്? വർഷത്തിൽ 4 തവണ അവർ മെറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ യോഗം ചേർന്നിരുന്നു എന്ന് പറയാം. ദെൻ അടുത്തെന്താണ്? ആർട്ടിസൻസ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് സിറ്റിസൺസ്. എന്താണ്? ആർട്ടിസൻസ് അഥവാ കരകൗശലമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളെയൊന്നും അവിടെ സിറ്റിസൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇതിലെ കറക്റ്റായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. സ്ലേവ്സ് ആർ കൺസിഡർ ആസ് സിറ്റിസൺസ് എന്നുള്ളതാണ്. സ്ലേവ്സിനെ അവിടെ സിറ്റിസൺസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അവിടെ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ആക്ച്വലി ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായത്. ഇനി മൂന്നാമത്തേത്, ദ ഹുമൂസ് റിച്ച് ഫൈൻ സോയിൽസ് കരവാസ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ്. എന്താണ്? നമ്മുടെ കരവാസ് എന്ന മണ്ണ് ഏത് കൃഷിക്കാണ് അനുയോജ്യമായിട്ടുള്ളത്? നേർത്ത മണലും ജൈവാംശവും നിറഞ്ഞ ആ കരേവാസ് എന്ന സോയിൽ അല്ലെങ്കിൽ മണ്ണ് ഏത് കൾട്ടിവേഷനാണ് സ്യൂട്ടബിൾ? ടീ ആണോ, കോഫി ആണോ, കാർഡമോം ആണോ, സഫ്രോൺ ആണോ? ആൻസർ എന്ന് പറയുന്നത് സാഫ്രോൺ ആണ്. ഓക്കെ, സാഫ്രോണിനാണ് അത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. നാലാമത്തത്, നെയിം ദ ക്രോപ്പിംഗ് സീസൺ വിച്ച് മെയിൻലി കൾട്ടിവേറ്റ്സ് വീറ്റ്, മസ്റ്റാർഡ് എക്സെട്ര. വീറ്റും മസ്റ്റാർഡും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന സീസൺ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഖാരിഫ്, റാബി, സെയ്ദ്, നോൺ ഓഫ് ദസ്. എന്താണ്? ഈ ഒരു കൾട്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു സീസണെ നമ്മൾ പറയുന്നതാണ് എന്ത്? റാബി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രൈമറി ഫാക്ടർ ദാറ്റ് ഡിറ്റർമൈൻസ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ റിസോഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഫാക്ടർ എന്താണ്? സൈസ് ഓഫ് ദ പോപ്പുലേഷൻ, ക്വാളിറ്റി ഓഫ് ദ പോപ്പുലേഷൻ, ഏജ് ഓഫ് ദ പോപ്പുലേഷൻ, ജെൻഡർ ഓഫ് ദ പോപ്പുലേഷൻ. ഏതാണ് ശരിയായ ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, ക്വാളിറ്റി ഓഫ് ദ പോപ്പുലേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 5 ചോദ്യവും അവിടെ ഉത്തരവും നോക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ളത് ആൻസർ എനി 8 ക്വസ്റ്റ്യൻസ് ഫ്രം 6 to 15. 3 മാർക്കാണ് ഓരോന്നിനും. 6 മുതൽ 15 വരെയുള്ളതിൽ ഏതെങ്കിലും 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്ക് വീതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിംഗിൾ സിറ്റിസൺഷിപ്പ് ഈസ് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒരു ഫീച്ചറാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ഔട്ട് ദ അതർ ഫീച്ചേഴ്സ്. അതർ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സോവേണിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പവേഴ്സ്, സെമി ഫെഡറൽ സിസ്റ്റം ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. ഒന്നും കൂടെ വായിക്കാം. സോവർണിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, സെപ്പറേഷൻ ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പവേഴ്സ്, ദെൻ സെമി ഫെഡറൽ സിസ്റ്റം ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് ഇമ്പാർഷ്യൽ ജുഡീഷ്യറി. ഓക്കെ, ദെൻ 7th one, a renowned archaeologist Gordon Childe named a Neolithic period as Neolithic Revolution. Why? എന്തുകൊണ്ടാണ് പുതിയ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഗോർഡൻ ചിൽഡ് നിയോളിത്തിക് പീരീഡിനെ നിയോളിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കാരണം അങ്ങനെ പറയാനുള്ളത് എന്ന്? ഓക്കെ,
എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം? അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി സ്റ്റാർട്ടഡ്. ഈ സമയത്താണ് അഗ്രികൾച്ചറും അനിമൽ ഹസ്ബൻഡറിയും സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഗ്രെയിൻ സ്റ്റോറേജ്, സർപ്ലസ് പ്രൊഡക്ഷൻ ഇൻ അഗ്രികൾച്ചർ, ദ സൊസൈറ്റി കൺസിസ്റ്റഡ് ഓഫ് വേരിയസ് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ്. ഇതൊക്കെ സംഭവിച്ചത് ഈ ഒരു പീരീഡിലാണ്. അതുകൊണ്ടാണ് ന്യൂളിത്തിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഉണ്ടായത്? ഒന്ന്, അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഹസ്ബൻഡറി, അനിമൽ ഹസ്ബൻഡറി, മൃഗങ്ങളൊക്കെ ഇണക്കി വളർത്താൻ വേണ്ടി തുടങ്ങി. ഗ്രെയിൻ സ്റ്റോറേജ് ഉണ്ടായി, സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി അഗ്രികൾച്ചറിൽ. ദെൻ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഒക്യുപ്പേഷണൽ ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പ്സും ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ അലൂവിയൽ പ്ലെയിൻ? വാട്ട് ആർ ദ 2 ഡിവിഷൻസ്? എന്താണ് അലൂവിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 ഡിവിഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ടു ദ സൗത്ത് ഓഫ് താരാജ് ദ ബെൽറ്റ് കൺസിസ്റ്റഡ് ഓൾഡർ ആൻഡ് ന്യൂവൽ അലൂവിയൽ ഡിസ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? സൗത്ത് താരയാണ് നമ്മൾ, അതുപോലെ തന്നെ ഒരു ബെൽറ്റ് പോലെ കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അലൂവിയൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതായിട്ട് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് എനി 3 റീസൺസ് ഓഫ് ദ എക്സസീവ് കോൾഡ് വെദർ ഇൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്. എന്തുകൊണ്ടാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ ഇതുപോലെ കോൾഡ് വെദർ കൂടുതലായി കാണുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ദ ഫാർ ഫ്രം ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓഷ്യൻസിൽ നിന്നും ഒരുപാട് ഫാർ ആണ് ഈ ഒരു നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്നോഫോൾ ഇൻ ദ ഹിമാലയൻ റേഞ്ചസ് ആൻഡ് കോൾഡ് വേവ്സ്, ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ ഇത്രയും കോൾഡ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒന്ന്, ഓഷ്യൻസിൽ നിന്നും ഒരുപാട് ദൂരെയാണ്. അതുപോലെ തന്നെ സ്നോഫോൾ ഇൻ ദ ഹിമാലയൻ റേഞ്ചിലുള്ള സ്നോഫോളും കോൾഡ് വേവ്സുമാണ്. അതുപോലെ ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സണ്ണിൻ്റെ ആ ഒരു മൂവ്മെന്റും കാരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് ലേബർ കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്? എന്തുകൊണ്ടാണ് ലേബറിനെ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ലേബർ ഈസ് കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ബിക്കോസ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ഇൻവോൾവ്ഡ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. വേജസ് ഏൺ ബൈ ലേബർ ആർ ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം for most people. Labor plays a crucial role in the combining and utilizing other factors like land and capital effectively. എന്താണ് പറയുന്നത്? നമ്മുടെ ഗുഡ്സിലും സർവീസിലും ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ലേബേഴ്സാണ്. അതുപോലെ തന്നെ പ്രൈമറി സോഴ്സ് ആയിട്ട് അവരുടെ ഇൻകത്തിനെയാണ് നമ്മൾ പ്രൈമറി സോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ അവരായിരുന്നു ക്യാപിറ്റൽ എഫിഷ്യൻസിയും ലാൻഡും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന മറ്റൊരു കമ്പാനിയൻ ഫാക്ടറാണ്, അല്ലെങ്കിൽ ക്രൂഷ്യൽ റോളാണെന്ന് നമുക്ക് ലേബറിനെ പറയാൻ വേണ്ടി സാധിക്കും. കാരണം ലേബർ ഇല്ല എങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കില്ല. അപ്പോൾ അസറ്റ് പോലെയും അതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി സോഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ലേബർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 11th ക്വസ്റ്റ്യൻ ആണ്, പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ സംഘാസ് ഫോംഡ് ഫോർ പ്രൊപ്പഗേഷൻ ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിൻ്റെ പ്രൊപ്പഗേഷനിൽ എങ്ങനെയാണ് സംഘാസ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ചൊരു ബ്രീഫ് നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരുന്നു? ആൾ ഓർ ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രൂപ്പ് വിത്തൗട്ട് എനി ജെൻഡർ കൺസിഡറേഷൻ. ദ മെൻ ഓഫ് ദ സംഘ were known as bhikkhus and the woman is bhikkhunis. Decisions were made through discussion and majority opinion. എന്താണ് അവിടെ എന്ന് പറയുന്നത്? ഒരു ജെൻഡർ കൺസിഡറേഷൻ ഇല്ലാതെ എല്ലാവർക്കും ആ ഗ്രൂപ്പിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ മെന്നിൻ്റെ സംഘാസിനെ പറയുന്ന പേരാണ് ഭിക്ഷൂസ് എന്നുള്ളത്. അതുപോലെ തന്നെ വുമൻസിൻ്റെ പറയുന്നതാണ് ഭിക്കുണീസ് എന്നുള്ളത്. അതുപോലെ എന്തായിരുന്നു? ഇവർക്ക് ഡിസിഷൻ എടുക്കാനും മറ്റുമുള്ള ഒരു ഒപ്പീനിയൻ പറയാനും ഡിസിഷൻ എടുക്കാനും ഒക്കെ അവിടെ ഒരു റോള് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചാൻസ് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ സുന്ദർബൻ ഡെൽറ്റൈക് റീജിയൻ. സുന്ദർബൻ ഡെൽറ്റൈക് റീജിയനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും? ദ മാർഷി ആൻഡ് എക്സ്പെൻസീവ് ഡെൽറ്റൈക് റീജിയൻ ഓഫ് ഗംഗാ പ്ലെയിൻ ഇൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ ഗംഗാ പ്ലെയിനിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവും അതുപോലെ തന്നെ മാർഷിയും ആയിട്ടുള്ള ഒരു റീജിയനാണിത്. ദ നാച്ചുറൽ വെജിറ്റേഷൻ ഫൗണ്ട് ഈസ് മാംഗ്രോവ്സ് ആണ് അവിടെ നാച്ചുറലായിട്ട് വളരുന്നത്. നാച്ചുറൽ ഹാബിറ്ററ്റ് ഫോർ റോയൽ ബംഗാൾ ടൈഗർ. അതുപോലെ തന്നെ റോയൽ ബംഗാൾ ടൈഗറിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റും ഉള്ളത് ഇവിടെ തന്നെയാണ്.
ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. വാട്ട് ആർ ദ 3 ടൈപ്സ് ഓഫ് പ്ലേറ്റ് ബൗണ്ടറീസ്? ക്ലാരിഫൈ ദ സ്പെഷ്യാലിറ്റി ഈസ് 1 സെൻറ്റൻസ് ഈച്ച്. എന്താണ് ചോദ്യം? എന്താണ് പ്ലേറ്റ് ബൗണ്ടറീസിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെയാണ് 3 ടൈപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഓരോ സെൻറ്റൻസ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണ്. പ്ലേറ്റ്സ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, രണ്ടും മൂവ് ചെയ്യുന്നതാണ് കൺവേർജൻ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഡൈവേർജൻ്റ് ആണ്. പ്ലേറ്റ്സ് മൂവ് എവേ ഫ്രം ഈച്ച് അതർ, രണ്ടും ദൂരേക്ക് മാറുന്നതായിട്ടാണ് ഡൈവേർജൻറ്റിൽ കാണുന്നത്. അടുത്തൊന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ബൗണ്ടറി ആണ്. പ്ലേറ്റ്സ് സ്ലൈഡ് പാസ്റ്റ് ഈച്ച് അതർ, രണ്ട് പഴയ കാലത്ത് രണ്ടും മാറുന്നതായിട്ടുള്ള ഒന്നാണ് ട്രാൻസ്ഫോമർ ബൗണ്ടറി എന്ന് പറയുന്നത്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം ദ ഐഡിയ പ്രൊപ്പഗേറ്റഡ് ബൈ എംപീരിയർ അശോക ടു മെയിൻറ്റെയിൻ പീസ് ആൻഡ് കോ എക്സിസ്റ്റൻസ് എമംഗ് ഹിസ് സബ്ജക്റ്റ്, വിച്ച് വേർ ദെയർ മെയിൻ ഐഡിയ. എന്താണ് പറയുന്നത്? തൻ്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇതിലെ പ്രധാനപ്പെട്ട ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡിക്കേഷൻ ഓഫ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസ്, റീക്രിയേഷൻസ്, ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ളതാണ് അതിലെ ഒരു ആശയം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ഓഫ് ദ പീപ്പിൾ ഓഫ് മേഘാലയ വിത്ത് നേച്ചർ യൂസിങ്. എന്താണ്? മേഘാലയത്തിലെ ജനങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നു എന്നതിന് ഒരു ഉദാഹരണം വ്യക്തമാക്കാനാണ് പറയുന്നത്. ഏതായിരുന്നു ഉദാഹരണം? ലിവിങ് റൂട്ട് ബ്രിഡ്ജസ്, എ ടെസ്റ്റ്മെൻറ്റ് ടു ഹാർമണി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇനീഷ്യേറ്റഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസം ഇൻ ദ ഹിമാലയൻ റീജിയൻ? വാട്ട് ഇൻസിഡൻറ്റ് ലെഡ് ടു ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ടൂറിസം ഇൻ ദിസ് റീജിയൻ? ഹിമാലയ പ്രദേശത്ത് ടൂറിസം വികസനത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് എപ്രകാരമാണ്? ഈ പ്രദേശത്തെ ടൂറിസത്തിൻ്റെ ആ സെക്കൻഡ് ഫേസ് ഏത് സംഭവത്തോടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു? ട്രാവൽസ് അസോസിയേറ്റഡ് വിത്ത് പിൽഗ്രിമേജിൻ്റെ അഥവാ ഈ സന്യാസിമാരുടെ ഒരു ട്രാവൽസ് അസോസിയേറ്റിനോട് കൂടിയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നത് ദ സെവലർ പിൽഗ്രിം സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് കൈലാസ്, മാനസരോവർ, അതുപോലെ തന്നെ അമർനാഥ്. ഇനി സ്റ്റാർട്ടിംഗ് ഓഫ് ദ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ദ ബ്രിട്ടീഷ് ഐഡൻറ്റിഫൈ ദ ഏരിയാസ് ഫേവറേറ്റ് ക്ലൈമറ്റ്. ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി എന്താണ് ഇവിടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഷിംല, ഷില്ലോങ്, അൽമോറ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അവിടുത്തെ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു പാരഗ്രാഫായിട്ട് ഇതിനെ എഴുതുകയാണ് വേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ. ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് കോൾഡ് ദ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രി. വൈ? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഹാരപ്പൻ സിവിലൈസേഷൻ പറയുന്നത് ഫസ്റ്റ് അർബനൈസേഷൻ എന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ചോദ്യം. A situation where the people are crowded in an area and more than half of them earn their livelihood by engaging in various types of non-agricultural activities such as handicraft, trade, etc. എന്താണ് അന്ന് എന്ന് പറയുന്നത്? ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷനിലാണ് നമുക്ക് ക്രൗഡായിട്ട് ആളുകളൊക്കെ ജീവിക്കാൻ തുടങ്ങിയതും അവർ അവരുടേതായ രീതിയിൽ നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെയും ഏൺ ചെയ്യാൻ തുടങ്ങിയതും ആ കാലത്തായിരുന്നു. നോൺ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹാൻഡിക്രാഫ്റ്റ്, ട്രേഡ് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അന്നാണ്. അതുകൊണ്ടായിരുന്നു അതിനെ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല അന്നായിരുന്നു പബ്ലിക് ബിൽഡിങ്, ബെറ്റർ ഫെസിലിറ്റീസ്, ബിസി ലൈഫ്, വൈഡ് സ്ട്രീറ്റ് ഇതെല്ലാം വന്നതും ഈ ഒരു സമയത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഫസ്റ്റ് അർബനൈസേഷൻ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഫോർമേഷൻ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹൗ ക്യാൻ എ കൺട്രി സ്ട്രെങ്തൻ ഇറ്റ്സ് ഹ്യൂമൻ ക്യാപിറ്റൽ? എന്താണ് ക്വസ്റ്റ്യൻ? എങ്ങനെയാണ് ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് അത്രയധികം ഒരു കൺട്രിയിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഹ്യൂമൻ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം factors influencing human capital formation include education, health care, job training, migration and access to information. Investing in quality education on enhance knowledge and skills, providing better health care to ensure a healthy workforce. Migration brings about numerous changes in the social, economic and cultural sectors, offering job training to improve work-related സ്കിൽസ്. അപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് എഡ്യൂക്കേഷനാണ്, മറ്റൊന്ന് ഹെൽത്ത് കെയർ ആണ്, പിന്നെ അതുപോലെ തന്നെ ജോബ് ട്രെയിനിങ് ആണ്, മൈഗ്രേഷനും ഇൻഫർമേഷൻ കിട്ടാനുള്ള ആക്സസുമാണ്.
ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാലാണ് അവിടെ നോളജും സ്കിൽസും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ഹെൽത്ത് കെയർ, നല്ല ഹെൽത്ത് കെയർ കിട്ടിയാൽ മാത്രമേ അവിടെ ഹെൽത്തി വർക്ക് ഫോഴ്സ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമുക്ക് നല്ല ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ മൈഗ്രേഷനിലൂടെ നമുക്ക് നല്ല സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ സെക്ടേഴ്സിൽ നല്ല ന്യൂമറസ് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അതുപോലെ ജോബ് ഓഫറിങ്, നല്ല ജോബ് ട്രെയിനിങ് ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല സ്കില്ല് ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 19th ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് സ്റ്റാർട്ടഡ് ടു പ്രിപ്പയർ മൈ ഓൺ അറ്റ്ലസ് ആറിൻഡ് യു. നിങ്ങൾ മൈ ഓൺ അറ്റ്ലസ് എന്ന ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി തുടങ്ങിയില്ലേ? നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദിസ് ടാസ്ക്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്, അഥവാ നമ്മുടെ മാപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഒന്നാമത്തേത്, കുൻലുൻ ഈസ് എ മൗണ്ടെയിൻ റേഞ്ച് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ പാമീർ നോട്ട്. റൈറ്റ് ദ നെയിം ഓഫ് അനദർ വൺ. എന്താണ്? പാമീറിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു പർവ്വതമാണ് കുൻലുൻ എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊന്നിൻ്റെ പേരെഴുതാനാണ് പറയുന്നത്. ഏതാണ്? കാരാകോരം. ഓക്കെ, കാരാകോരം എന്നുള്ളതും അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹിമാലയൻ സോൺ വിച്ച് ലൈസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് കാലി ആൻഡ് ടീസ. കാളി, ട്രീസ എന്നീ നദികൾക്കിടയിലുള്ള ഹിമാലയ മേഖലയുടെ പേരെഴുതാനാണ് പറയുന്നത്. അത് ഏത് മേഖലയാണ്? സെൻട്രൽ ഹിമാലയയാണ്. ഓക്കെ, സെൻട്രൽ ഹിമാലയ. ദെൻ തേർഡ് വൺ, ദ മെയിൻ റിവർ ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ദ ചെമ്യൂങ് ദുങ് എന്ന ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയുടെ പേരെഴുതാനാണ് പറയുന്നത്. ഏതാണ്? ബ്രഹ്മപുത്രയാണ്, ബ്രഹ്മപുത്ര. നെക്സ്റ്റ്, നെയിം ദ സദേൺ മോസ്റ്റ് മൗണ്ടെയിൻ റീജിയൻ ഓഫ് ഹിമാലയ. സദേൺ മോസ്റ്റ് റേഞ്ചിലുള്ള മൗണ്ടെയിനിലുള്ള ഒന്നായ ഹിമാലയത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള പർവ്വതനിരയുടെ പേര്, മൗണ്ടെയിൻ റേഞ്ചിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ സദേൺ മോസ്റ്റിലുള്ള മൗണ്ടെയിൻ റേഞ്ച്, ഹിമാലയയിലെ മൗണ്ടെയിൻ റേഞ്ചിൻ്റെ പേരെന്താണ്? ശിവലിംഗ് എന്നുള്ളതാണ്, ശിവലിംഗ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The 16 Mahajanapadas were constantly engaged in war for dominance. എന്താണ്? ഈ 16 മഹാജനപദാസും നിരന്തരം യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അധികാരത്തിന് വേണ്ടിയായിരുന്നു, അല്ലേ? ബട്ട് മഗധ വാസ് ദ അൾട്ടിമേറ്റ് വിന്നർ. പക്ഷേ എപ്പോഴും മഗധയായിരുന്നു അവിടെ അൾട്ടിമേറ്റ് വിന്നർ എന്ന് പറയുന്നത്. ലിസ്റ്റ് ഔട്ട് ദ ഫേവറബിൾ ഫാക്ടേഴ്സ് ഫോർ മഗധാസ് ഡോമിനൻസ്. എന്തുകൊണ്ടായിരുന്നു ഈ മഗധയുടെ ഇത്തരം അവർക്ക് എപ്പോഴും അൾട്ടിമേറ്റ് വിന്നർ ആവാനുള്ള കാരണങ്ങൾ, ഫേവറബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു? മഗധ വാസ് എ പ്രൊഡക്റ്റീവ് റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫോൾ. മഗധ എന്ന് പറയുന്ന നല്ല റെയിൻഫോൾ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. അതുപോലെ തന്നെ ദർ ആർ മെരി അയൺ ഓർ ഡെപ്പോസിറ്റ്സ്. അയൺ ഡെപ്പോസിറ്റ് ഏറ്റവും കൂടുതലുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അയൺ ബിക്കെയിം അവൈലബിൾ ഫോർ ടൂൾസ് ആൻഡ് വെപ്പൺസ്. അതുകൊണ്ട് തന്നെ അവർക്ക് ടൂൾസും വെപ്പൺസൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസി ആയിരുന്നു. കാരണം എന്താണ്? അയൺ നന്നായിട്ട് അവർക്ക് കിട്ടിയിരുന്നു. ദർ വെർ പ്ലെൻറ്റി ഓഫ് എനിമൽസ് ഇൻ ദ ഫോറസ്റ്റ്. അവിടുത്തെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് എലിഫൻ്റ് ഉള്ള ഒരു ഫോറസ്റ്റ് ആയിരുന്നു. ദ ഗാഞ്ചസ് ആൻഡ് ഇറ്റ് ട്രൈബ്യൂട്ടറീസ് എൻഷ്യൂർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. അതുപോലെ തന്നെ ഗംഗയും അതിൻ്റെ ട്രൈബ്യൂട്ടറീസൊക്കെ എന്തായിരുന്നു? അവർക്ക് കൂടുതൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉറപ്പാക്കാനും ഗുഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനും ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്സസ് ആയിരുന്നു ഈ ഒരു ഗംഗയും അതിൻ്റെ ട്രൈബ്യൂട്ടറീസും എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയായിരുന്നു എപ്പോഴും നമ്മുടെ മഗധ വിന്നർ ആവുന്നത് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21st ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ റൈറ്റ് അപ്പ് ഓൺ ദ 2 സബ് ഡിവിഷൻസ് ഓഫ് ദ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. നമ്മുടെ ബേ ഓഫ് ബംഗാളിൻ്റെ സൗത്ത് വെസ്റ്റിലുള്ള തെക്ക് പടിഞ്ഞാറിലെ മൺസൂണിൻ്റെ ശാഖകളിൽ ഒന്നായ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ ഉപശാഖകളെ കുറിച്ചിട്ട് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റർ ദ ലാൻഡ് ത്രൂ ദ സുന്ദർബൻ ഡെൽറ്റ റീജിയൻ ഗെറ്റ് 2 സബ് ബ്രാഞ്ചസ്. എന്താണ്? സുന്ദർബൻ ഡെൽറ്റ റീജിയനിൽ നിന്ന് വരുന്ന ഈ ലാൻഡിന് 2 സബ് ബ്രാഞ്ചസ് ആണുള്ളത്. 1 ബ്രാഞ്ച് മോസ്റ്റ് ഈസ്റ്റ് വേർഡ് ആൻഡ് ഇൻ ദ ബ്രഹ്മപുത്ര പ്ലെയിൻ കോസിങ് വൈഡ് സ്പ്രെഡ് റെയിൻസ്. അപ്പോൾ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള റെയിൻസിന് കാരണമായിട്ടുള്ള ബ്രഹ്മപുത്ര പ്ലെയിനും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഫസ്റ്റ് വണ് മോസ്റ്റ് ഈസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. ദെൻ അതർ ബ്രാഞ്ച് മൂവിങ് വെസ്റ്റ് വാർഡ് അലോങ് ദ ഗംഗ പ്ലെയിൻ കോസിങ് റെയിൻഫോൾ ഇൻ വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്. ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും ഉത്തർപ്രദേശിലും റെയിൻഫോളിൽ കാരണമാവുന്ന മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റ് വാർഡാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ബ്രാഞ്ചസ് ആണ് ഇതിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്.
ഒന്നാമത്തേത് ദ ട്രൈബൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ വേദിക് പീരീഡിൽ, അഥവാ വേദിക് പീരീഡിൽ ഗോത്ര സാമൂഹ്യ വ്യവസ്ഥയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? ജന എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവിടെ മാച്ച് ചെയ്തിട്ടുണ്ട്. ജന എന്നുള്ളതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തേത് ദ പ്രോമിനൻറ്റ് ട്രേഡേഴ്സ് ഓഫ് മൗര്യൻ പീരീഡിൽ, മൗര്യൻ പീരീഡിലെ പ്രോമിനൻറ്റ് ട്രേഡേഴ്സിനെ പറയുന്ന പേരെന്തായിരുന്നു? അവരെ പറയുന്ന പേര് സാത്തവാഹകർ എന്നുള്ളതാണ്. ഓക്കെ, സാത്തവാഹക എന്നുള്ളതാണ് ശരിയായത്. മൂന്നാമത്തേത് ദ റിച്ച് പീപ്പിൾ ദാറ്റ് വർ എൻഗേജ്ഡ് ഇൻ ട്രേഡ്, ട്രേഡിൽ എൻഗേജ് ചെയ്തിട്ടുള്ള റിച്ച് പീപ്പിളിനെ പറയുന്ന പേരെന്തായിരുന്നു? ഗഹബദി എന്നുള്ളതാണ്. ഓക്കെ, ഗഹബദി എന്നുള്ളതാണ്. അവസാനത്തേത് ദ ട്രൈബൽ കമ്മ്യൂണിറ്റി ബിഗിൻ ടു സെറ്റിൽ ഡൗൺ പെർമനൻ്റ്ലി, എന്താണ് പെർമനൻ്റ് ആയിട്ട് സെറ്റിൽ ചെയ്തിട്ടുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയെ പറയുന്ന പേരെന്തായിരുന്നു? ജനപദാസ് എന്നുള്ളതാണ്. ഓക്കെ, ജനപദാസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഉത്തരം കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം നോക്കാം. 23ാമത്തെ ചോദ്യമാണ്. വാട്ട് ആർ ദ 2 ഡിവിഷൻസ് ഓഫ് ദ ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് എക്സ്പ്ലെയിൻ. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റിനെ കുറിച്ചിട്ടുള്ള 2 ഡിവിഷൻസ് ഏതൊക്കെയാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് 2 ഡിവിഷൻസ്, അതിൻ്റെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസും കൂടെ നമുക്ക് എഴുതിയാലാണ് ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു നമുക്കറിയാം. ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് 2 ഡിവിഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ഡ്രൈ ഡിസിഡിയസ് ഫോറസ്റ്റ് ആണ്. ആനുവൽ റെയിൻഫോൾ ഇഞ്ചസ് ബിറ്റ്വീൻ 70 to 100 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ റെയിൻഫോൾ എന്ന് പറയുന്നത്. ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ഫോർ അപ്രോക്സിമേറ്റ്ലി 6 or 8 വീക്സ്. ഒരു ട്രീസിൻ്റെ ലീവ്സ് എന്ന് പറയുന്നത് 6 or 8 വീക്സ് ഒക്കെയാണ് അതിൽ നിൽക്കുക. ഫൗണ്ട് ഇൻ ദ പ്ലെയിൻ ഓഫ് ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ, ഉത്തർപ്രദേശിലും ബീഹാറിലുമാണ് പ്രധാനമായിട്ടും ഇത് കാണപ്പെടുന്നത്. അടുത്തതെന്ന് പറയുന്നത് മോയ്സ്റ്റ് ഡിസിഡിയസ് ഫോറസ്റ്റ് ആണ്. ആനുവൽ റെയിൻഫോൾ റെയിനിങ് ഫ്രം 100 to 200 സെൻറ്റിമീറ്റർ ആണ് ആനുവൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. സി അലോങ് ദ സ്ട്രിപ്പ് ഓഫ് ഷിവലിംഗ് റേഞ്ച് ഇൻക്ലൂഡിങ് ടാറൈറ്റ് ആൻഡ് സെർട്ടൈൻ പാർട്സ് ഓഫ് ഒഡീഷ ആൻഡ് വെസ്റ്റ് ബംഗാൾ. ഷൈവലിംഗ് റേഞ്ചിലും അതുപോലെ തന്നെ ടാറായ് റേഞ്ചിൽ ദ സെർട്ടൈൻ പാർട്ട് ഓഫ് ദ ഒഡീഷയിലെ ചില ഭാഗങ്ങളിൽ, വെസ്റ്റ് ബംഗാളിൽ, ഇവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഇമ്പോർട്ടൻറ്റ് മെസോളിത്തിക് സൈറ്റ് ഇൻ യൂറോപ്പ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചർ ഓഫ് ദ മെസോളിത്തിക് ഏജ്. മെസോളിത്തിക് ഏജിൻ്റെ സൈറ്റ് ഏതൊക്കെയാണ് യൂറോപ്പിൽ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ദ യൂസ് ഓഫ് മൈക്രോസ്കോപ്പിക് സ്റ്റോൺ ടൂൾസ് ആണ് ഇവർ. മൈക്രോസ്കോപ്പിക് അതുപോലെയുള്ള സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസുകളാണ് ഇവർ ഉപയോഗിക്കാറുള്ളത്. അതുപോലെ ഇൻ അഡീഷൻ ടു ഹണ്ടിങ്, ഗാദറിങ്, ഫിഷിംഗ് വാസ് ഓൾവേസ് യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്. അവർ പ്രധാനമായിട്ടും അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഫിഷിങ്, അതുപോലെ തന്നെ ഹണ്ടിങ്, ഗാദറിങ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവർ ചെയ്തിരുന്നത്. ഇനി 25th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിനെ കുറിച്ചിട്ടും കൺകറൻറ്റ് ലിസ്റ്റിനെ കുറിച്ചിട്ടും ഒരു ചെറിയ പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് യൂണിയൻ ലിസ്റ്റ് നോക്കാം. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഓവർ വിച്ച് ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് കംപ്ലീറ്റ് ലെജിസ്ലേറ്റീവ് പവർ. സെൻട്രൽ ഗവൺമെൻറ്റിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവർ ഉള്ളതാണ് ഫസ്റ്റ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. വെൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ദ വേർ 79 സബ്ജക്റ്റ് ആയിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ദ നെക്സ്റ്റ് വൺ കൺകറൻറ്റ് ലിസ്റ്റ് ആണ്. ദിസ് ഈസ് എ ലിസ്റ്റ് ഓഫ് സബ്ജക്ട്സ് ഓവർ വിച്ച് ദ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് ലെജിസ്ലേറ്റീവ് പവർ. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒരുപോലെ പവർ ഉള്ളതാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യലി ദർ വേർ 47 സബ്ജക്റ്റ്. ആദ്യം 47 സബ്ജക്റ്റ് ആയിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് യൂണിയൻ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും. നിങ്ങൾക്ക് ഇത്രയും വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് മൗര്യൻ റൂൾ. മൗര്യൻ റൂളിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ സിസ്റ്റത്തെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മൗര്യൻ സിസ്റ്റം വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ പ്രൊവിൻസസ് വേർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവർണേഴ്സ്. ഓരോ പ്രൊവിൻസസും ഓരോ ഗവർണേഴ്സിൻ്റെ കൺട്രോളിലായിരുന്നു. പാടലിപുത്ര വാസ് അണ്ടർ ദ എംപറേഴ്സ് കൺട്രോൾ. ദ ആർമി ഹാഡ് 5 ഡിവിഷൻസ്. പാടലിപുത്ര എന്ന് പറയുന്നത് എംപററുടെ കൺട്രോളിലായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ആർമി എന്ന് പറയുന്നത് 5 ഡിവിഷൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഈ ഒരു ഇതിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് വൺ 27th ആണ്. ഡിഫറൻഷിയേറ്റ് ദ ഏർലി വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. താഴെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ വേദിക് പീരീഡിനെയും ലേറ്റർ വേദിക് പീരീഡിനെയും കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? എക്സ്പാൻഷൻ ഏരിയ,
സൊസൈറ്റി, ലൈവ്ലിഹുഡ്, വർക്ക്ഷിപ്പ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് നോക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ ഭാഗം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എക്സാമിന്. നെക്സ്റ്റ് വണ് ആൻസർ എനി വൺ ക്വസ്റ്റ്യൻസ് 28 and 29, 5 മാർക്സ് ഈച്ച്. താഴെയുള്ളതിലെ ഏതെങ്കിലും ഒരു ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് വീതമാണ്. ഓക്കെ, അപ്പോൾ 5 മാർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമ്മൾ നന്നായിട്ട് പാരഗ്രാഫ് തന്നെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അഥവാ 28th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 4 റീജിയണൽ ഡിവിഷൻസ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൻ്റെ ഡിവിഷൻസ് ഏതൊക്കെയാണെന്നാണ്, 4 ഡിവിഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് എനി 2 ഓഫ് ദം. ഏതെങ്കിലും 2 അതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് രാജസ്ഥാൻ പ്ലെയിന്, പഞ്ചാബ് ഹരിയാന പ്ലെയിന്, ദെൻ ഗംഗാ പ്ലെയിന് ആൻഡ് ദ ബ്രഹ്മപുത്ര പ്ലെയിന്. ഇത്രയുമാണ് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി 29th ക്വസ്റ്റ്യൻ, ദ നോർത്ത് ഇന്ത്യൻ പ്ലേസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 zones ബേസ്ഡ് ഓൺ ദ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് വിച്ച് ആർ ദേ എക്സ്പ്ലെയിൻ എനി 2. എന്താണ് നോർത്ത് ഇന്ത്യൻ പ്ലേസിനെ അതിൻ്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ട് 3 സോണാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഏതെങ്കിലും 2 കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് സോൺ എന്ന് പറഞ്ഞു തരാം. 1 ബാബർ, 2 തരായ്, 3 അലൂവിയൽ പ്ലെയിൻസ്. ഇതിലെ ഏതെങ്കിലും 2 കുറിച്ചിട്ട് കൂട്ടുകാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത സെക്ഷനാണ് ആൻസർ എനി വൺ ക്വസ്റ്റ്യൻസ് 30 and 31. ഇതിലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനാണ് ആൻസർ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യന് 5 മാർക്ക് വീതമാണ്. ഓക്കെ, 6 മാർക്കാണ്. അവിടെ 5 മാർക്സ് എന്നത് മിസ്റ്റേക്കിൽ വന്നതാണ്. ദെൻ 30th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഇൻഫർമേഷൻസ് കുഡ് ബി ഗ്യാതേർഡ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഫ്രം ദ ടൂൾസ് ആൻഡ് ആർട്ട് ഓഫ് ദ പാലിയോളിത്തിക് ഏജ്? പാലിയോളിത്തിക് ഏജിലെ ആർട്ട് അല്ലെങ്കിൽ ടൂൾസ് അതിനെക്കുറിച്ചിട്ടൊക്കെ അതുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പാലിയോളിത്തിക് ഏജിനെ കുറിച്ച് അറിയുന്നത്? സ്റ്റോൺ ടൂൾ വെർ യൂസ്ഡ്. അവിടെ സ്റ്റോൺ ടൂളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്. അവർ കേവിലും അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്പേസസിലൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. ദ മീൻസ് ഓഫ് സബ്സ്റ്റൻസസ് വെർ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്. ഹണ്ടിങ്ങും ഗാദറിങ്ങും ആയിരുന്നു അവരുടെ പ്രധാനമായിട്ടുള്ള ജീവിത മാർഗം എന്ന് പറയുന്നത്. ബാൻഡ്സ് വെർ ദ ബേസിക് എലമെൻറ്റ് ഓഫ് ദ സൊസൈറ്റി. മെൻ വെർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഇൻ ഗാദറിങ്. ആണുങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഹണ്ടിങ്ങിലും അതുപോലെ തന്നെ പെണ്ണുങ്ങളൊക്കെ ഗാദറിങ്ങിലുമായിരുന്നു അവരുടെ ജോലി എന്ന് പറയുന്നത്. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. അതുപോലെ തന്നെ ഫുഡൊന്നും അവർ സ്റ്റോർ ചെയ്തിരുന്നതായിട്ട് എവിടെയും കാണാൻ നമുക്ക് കഴിയുന്നില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാക്സസ് കേവ്, ജാർമോ വെർ ദ സെൻറ്റേഴ്സ് ഓഫ് 2 stages ഓഫ് സ്റ്റോൺ ഏജ്. ഡിഫറൻഷിയേറ്റ് ദീസ് 2 stages ഓൺ ദ ബേസിസ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ടൂൾസ്, വേ ഓഫ് ലിവിങ്, ആർട്ട്, ഇതൊക്കെയാണ് മെയിനായിട്ടും നിങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ റഫ് സ്റ്റോൺ ടൂൾസ് ആയിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസും ഉപയോഗിച്ചിരുന്നു. ഫോക്ക് ലൈഫ് ആയിരുന്നു, ഒരു നാടോടികളുടെ ജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. പെർമനൻറ്റ് ലൈഫ് ഉണ്ടായിരുന്നു. കേവ് പെയിൻറ്റിങ്സ്, ഗ്രൂപ്പ് പെർഫോമൻസ് എന്നിവയൊക്കെ ആയിരുന്നു ആർട്ട്പരമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 5 മാർക്ക് 6 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ മെയിൻ പോയിൻറ്റ്സ് മാത്രമേ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ആ ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ഈ ഭാഗങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.